നീ നിന്റെ മനസ്സിൽ നല്ല ക്ഷമയോടുകൂടെ നീ ജീവിക്കണം. കാരണം ചുറ്റുഭാഗം നോക്കിയാൽ അലങ്കാരങ്ങളാണ് കാണുന്നത്. എന്താ പണം, എന്താ സമ്പത്ത്. ഇതൊന്നും നമുക്കാരും തഫ്സീർ നോക്കിയൊന്നും വിശദീകരിക്കണ്ട. നമ്മൾ ജീവിക്കുന്ന ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊന്നാണ് ചിന്തിച്ചാൽ മതി. ഒന്ന് കണ്ണടച്ചിരുന്നിട്ടൊന്ന് ആലോചിക്കുക, എന്താ റബ്ബേ പറയുന്നത്? ഇതൊക്കെയല്ലേ ഈ ദുന്യാവ്? എവിടെ നോക്കിയാലാ നമുക്ക് ആശ്ചര്യം തോന്നാത്തത്? എവിടെ നോക്കിയാലാ നമുക്ക് കൗതുകമില്ലാത്തത്? എവിടെ നോക്കിയാലാ നമ്മൾ എനിക്കതില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടാത്തത്? അത്രക്ക് മനുഷ്യനെ വഞ്ചിക്കുന്ന ലോകമാണ് ദുന്യാവ്. അദ്ദുന്യാ ഹുൽവ ഖദിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുന്യാ ഹുൽവ ഖദിറ. ഈ ദുന്യാവ് വളരെ സ്വീറ്റ്നെസ് ആണ്, വളരെ മധുരാണ് ഈ ദുന്യാവ് മുഴുവൻ. ഇവിടെ അങ്ങനെയാണ്, എന്തും മധുരാണ്. ഖദിറ, നല്ല പച്ചപ്പാണ്, എവിടെ നോക്കിയാലും ആനന്ദമുള്ള കാര്യങ്ങളാണ്. അദ്ദുന്യാ ഹുൽവ ഖദിറ. അള്ളാഹു നിങ്ങളെ അതിൽ ഒരു തലമുറക്ക് ശേഷം അടുത്ത തലമുറയാക്കി നിങ്ങളെ അതിൽ പകരം നിശ്ചയിച്ച് തന്നിരിക്കുകയാണ്. എന്തിന്? അവൻ നോക്കുകയാണ്, കൈഫ തഅമലൂന, നിങ്ങൾ എങ്ങനെയാ കാട്ടിക്കൂട്ടുന്നത്. ഹദീസിൽ വളരെ വ്യക്തമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വാചകം നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കത് വിവരിച്ചു തരുന്നുണ്ട്. ഈ ഭൂമിയിലുള്ളതൊക്കെ ഇവിടെ എന്താണ്? കണ്ടോ, ഇന്നദ്ദുന്യാ ഹുൽവ ഖദിറ. ഈ ഭൂമിയിലുള്ളത് മുഴുവനും എല്ലാം വളരെ മധുരമുള്ളതും പച്ചപ്പുള്ളതുമാണ്. വഇന്നല്ലാഹ മുസ്തഖ്ലിഫുകും ഫീഹാ, ആ ഭൂമിയിൽ ഇപ്പൊ നിങ്ങളാണ് അതിന്റെ അവകാശികൾ. ഒരു തലമുറ കഴിഞ്ഞു, അടുത്ത തലമുറ വന്നു, ഇനി നമ്മൾ മരിച്ചു പോവും, അടുത്ത തലമുറ വരും. അങ്ങനെ ഈ ഭൂമിയിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ മാറി മാറി വരും. എന്നിട്ട് പറയണെന്ത്? നിങ്ങൾ എന്ത് ചെയ്യണം? എന്തിനാ അങ്ങനെ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ നിശ്ചയിക്കുന്നത്? എന്തിനാ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫനാളിറുൻ മാദാ തഅമലൂൻ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് ഈ ദുന്യാവ് കൊണ്ട് കാട്ടിക്കൂട്ടുന്നത് എന്ന് നോക്കാൻ തന്നെയാണ് നിങ്ങളെ ഇവിടെ ഒരു തലമുറക്ക് ശേഷം നിങ്ങളെ പകരം കൊണ്ടുവന്നത്. നിങ്ങളാൻ പോകും, വേറൊരു കൂട്ടരൻ വരും. നിങ്ങൾ എന്താണ് ഈ മുതൽ കൊണ്ട് കാട്ടിക്കൂട്ടുന്നത്? ഇത് അള്ളാഹ് നോക്കന്നെയാണ്, അതിനെന്നെ നിങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടുള്ളത്. എന്തും തരും നിങ്ങൾക്ക്, കണ്ടമാനം പണം, സൗകര്യം, സൗന്ദര്യം, വാഹനങ്ങള്, ഫ്ലാറ്റുകള്, വീടുകള്, ബിസിനസ്സുകള്, എന്തും ഒരുപാട് എല്ലാം ഉണ്ടാവും. നോക്കുകയാണ്, അത് ഏറെയും കുറഞ്ഞു ഇരിക്കുന്നു മാത്രം. അത് അള്ളാന്റെ തീരുമാനമാണ്. ഇന്ന റബ്ബക യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അല്ലാഹു അവനുദ്ദേശിക്കുന്നവർക്ക് കൂടെ കൂടുതൽ പരത്തി വിശാലമായി കൊടുക്കും. ചിലർക്കൊന്ന് അളന്ന് തൂക്കിയിട്ട് അത്യാവശ്യത്തിനുള്ളതേ കൊടുക്കുള്ളൂ. അതിലൊക്കെ അള്ളാഹ്ക്ക് ഓരോ ഹിക്മത്തുണ്ട്. അള്ളാഹു പറയാണ്, നിങ്ങളെ നോക്കുകയാണ്, നിങ്ങൾ എന്താ ഈ മുതലുകൊണ്ട് കാട്ടിക്കൂട്ടുന്നത്? അതുകൊണ്ട് ഫത്തഖുദ്ദുന്യാ, ദുന്യാവിനെ സൂക്ഷിച്ചോളണേ. വല്ലാതെ ചതിക്കും അത്. ദുന്യാവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടെ നിങ്ങൾ സ്ത്രീ വിഷയത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം. ബനൂ ഇസ്രായേൽക്കാര് സ്ത്രീകളുടെ കാര്യത്തിൽ ഒരുപാട് ഫിത്നയിൽപ്പെട്ട ചരിത്രത്തെ നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രത്യേകത എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ദുന്യാവിലെ എല്ലാം അള്ളാഹു ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. നോക്കുകയാണ്, പരീക്ഷിക്കുകയാണ്. എന്താ ഇതുകൊണ്ടൊക്കെ അവൻ എന്താ ചെയ്യുന്നത്? അപ്പൊ രണ്ടു കൂട്ടരെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ സാധിക്കും. ഒരു കൂട്ടർ അള്ളാഹു ഭൂമികത്ത് നിശ്ചയിച്ചിട്ടുള്ള ഈ സീനത്തുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർ സ്വർഗം നേടുന്ന കാഴ്ച കാണുന്നു. നമ്മൾ മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിലെ അതിസമ്പന്നനായ മുതലാളിയായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സമ്പത്ത് നൽകപ്പെട്ട സമ്പന്നനായിരുന്നു. പക്ഷെ അവരതുകൊണ്ടൊക്കെ സ്വർഗം വാങ്ങിയവരാ. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. സ്വർഗം പകരം തരാന്ന് പറഞ്ഞപ്പോൾ അവരതൊക്കെ കൊടുത്തോരാ. അങ്ങനെ കുറേ ആളുകളുടെ ചരിത്രം നമുക്ക് ഹദീസുകളിൽ കാണാം, ഖുർആനിലും കാണാം. സമ്പത്ത് കൊണ്ട് അവർ ഒരുപാട് നിഅമത്ത് അനുഗ്രഹങ്ങൾ കൊണ്ട് ആ പരീക്ഷയിൽ അവർ വിജയിച്ചു. അവര് ഹറാമിലൂടെ അത് നേടിയില്ല, ഹറാമിലേക്ക് ചെലവഴിച്ചതുമില്ല. സമ്പത്തിനെ കുറിച്ച് നാളെ മഹ്ശറിൽ അള്ളാഹു ചോദിക്കുന്ന രണ്ട് ചോദ്യമാണ്. എവിടുന്ന് കിട്ടി, എങ്ങോട്ട് പോയി? ഇൻകം എവിടെ നിന്നാണ് വന്നത്, എങ്ങോട്ടാണ് പോയത്? അതിലവർ വളരെ കണിശത പാലിച്ചു. അവർ ആ പരീക്ഷയിൽ വിജയിച്ചു. അതേ അവസരത്തിൽ സൂറത്ത് ഖസസിൽ ഒരു വലിയ മുതലാളിയെ അള്ളാഹു പറയുന്നുണ്ട്. അയാൾക്ക് അള്ളാഹു ഒരുപാട് സമ്പത്ത് കൊടുത്തു. ഭൂമിപ്പുറത്തുള്ള ഒരുപാട് മുതലിന്റെ ഉടമ അയാൾ അത്രയും സമ്പന്നനായിരുന്നു. നമുക്കറിയാം ഖാറൂൻ മുതലാളി.
അയാൾ അതുകൊണ്ട് നെകളിപ്പാ കാണിച്ചത്. അയാൾ മൂസാ അലൈഹി ഇസ്ലാമിനെതിരെ തൻ്റെ ധനത്തിന്റെ പ്രൗഢി ഉപയോഗപ്പെടുത്തിയിട്ട് ഇസ്ലാമിനെ തകർക്കാനും ഇസ്ലാമിന്റെ പ്രവാചകനെ തേജോവധം ചെയ്യുവാനും ഒക്കെയാണ് അയാളുടെ സമ്പത്ത് ഉപയോഗപ്പെടുത്തിയത്. എന്താണ്ടായത്? ആ പരീക്ഷയിൽ അയാൾ തോറ്റു. ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർദ, അവനെയും അവന്റെ കോട്ട കൊത്തളത്തെയും നാം ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു. സമ്പത്തിന്റെ പ്രൗഢി അഹങ്കാരം പ്രകടിപ്പിക്കാൻ വേണ്ടി അവൻ റോഡ് ഷോ നടത്തി എന്നാണ് ഖുർആൻ പറയുന്നത്. അക്കാലഘട്ടത്തിലെ വിശ്വാസികളെ, മൂസാ അലൈഹി ഇസ്ലാമിനെയും വിശ്വാസികളെയും ഒക്കെ ഞെട്ടിക്കാൻ വേണ്ടി അവൻ റോഡ് ഷോ നടത്തി. ഖാറൂൻ അവന്റെ പണത്തിന്റെ പളവളപ്പ് മാലോകർ അറിയട്ടെ എന്ന നിലക്ക് അവൻ റോഡ് ഷോ നടത്തിയപ്പോൾ ആ റോഡ് ഷോയുടെ ഘട്ടത്തിൽ തന്നെ ഫഖസഫ്നാ ബിഹി വബിദാരിഹിൽ അർള, അവനെ അവന്റെ പണം അവന്റെ കൊട്ടാരത്തെ മുഴുവനെ അല്ലാഹ് ഭൂമിയിലേക്കാണ് വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ അവന്റെ അഹങ്കാരം കണ്ടിട്ട് എന്താ ഇവന്റെ മുതലാളി, അയ്യോ എന്തൊരു വലിയ സമ്പന്നനാ, എത്ര വലിയ മുതലാളിയായി ഇവൻ എന്നൊക്കെ പറഞ്ഞു. നമുക്കൊന്നും ഇത് കിട്ടിയില്ലല്ലോ, അവന്റെ ഒരു ഭാഗ്യം എന്താണ്, അവൻ എന്തോ ഒരു വിധത്തിലുള്ള അനുഗ്രഹങ്ങളാ എന്നൊക്കെ പറഞ്ഞ് അവന്റെ സമ്പത്ത് കണ്ട് അന്തം വിട്ട് അന്താളിച്ച് അതുപോലെ ഞങ്ങളെയും ആക്കണേ എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇവന്റെ ശിക്ഷ നേരിട്ടാണ് കണ്ടപ്പോ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾക്കിതുപോലെ തരാഞ്ഞത് ഭാഗ്യം, ഞങ്ങൾക്ക് ഇവന്റെ മാതിരി മുതലൊന്നും കിട്ടാത്തത് മഹാഭാഗ്യം. അവർ ഒരുപാട് ഉദാഹരണങ്ങൾ ആ പട്ടികയിലേക്ക് ചേർത്ത് വെക്കാനുണ്ട്. അള്ളാഹു ഭൂമികത്ത് ഏർപ്പെടുത്തിയിട്ടുള്ള സീനത്തുകളെ ആ പരീക്ഷയിൽ നല്ല രൂപത്തിൽ അത് ഉപയോഗപ്പെടുത്തി സ്വർഗം വാങ്ങിയവരും അതിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താതെ റബ്ബ് അത് നൽകിയ ആ റബ്ബിനോട് നന്ദികേട് കാണിച്ചുകൊണ്ട് ജീവിതത്തിൽ അവയെ വഴിവിട്ടുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ടവർക്ക് നരകം കിട്ടിയ ചരിത്രവും ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നു. അപ്പൊ പരീക്ഷ ഉറപ്പായില്ലേ? തോറ്റവരുടെയും വിജയിച്ചവരുടെയും ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. ഏത് ഉപയോഗപ്പെടുത്തിയിട്ട്? ഇതേ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട്. അപ്പൊ അള്ളാഹു നമ്മളോട് പറയുന്നത് എന്താ? ഇനി നമ്മൾ ഈ ആയത്തൊന്ന് ബൈഹാട്ടാക്കി നോക്കൂ. ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ട് ഈ ആയത്തും ഇങ്ങനെ ഓതി നോക്കൂ. നമ്മളിങ്ങനെ ചിന്തിക്കുക, ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനത്തൽ ലഹാ. അവിടെ നിർത്തരുത്. അടുത്തതാണ് നമുക്കുള്ള പാഠം. ലിനബ്ലുവഹും, നാം അവരെ പരീക്ഷിക്കാനാണ് ഇതൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അയ്യുഹും അഹ്സനു അമലാ, അവരിൽ ആരാണ് ഇതൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തിയിട്ട് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് പ്രവർത്തിച്ചുകൊണ്ട് പരീക്ഷയിൽ വിജയിക്കുന്നവരാര്, തോൽക്കുന്നവരാര്, ഇത് നോക്കാൻ തന്നെയാണ്. അപ്പൊ നമ്മളിങ്ങനെ കണക്കൂട്ടാ, റബ്ബേ എന്തൊക്കെ സീനത്ത് എൻ്റെ കയ്യിലുണ്ട്. ഖുർആൻ പറഞ്ഞ ഒരുപാട് സീനത്തുണ്ടല്ലോ. മാല്, ബനൂന, നിസാ, ഖനാതീറുൽ മുഖന്തറത്ത്, ദഹബ്, ഫില്ലത്ത്, ഖൈറുൽ മുസവമത്തില്ല. പക്ഷേ വാഹനങ്ങൾ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലേക്ക് ചേർത്തുകൊണ്ട് എന്തും പറഞ്ഞോളൂ. സ്വർണം, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി, ഫ്ലാറ്റ്, കാർഷിക അഭിവൃദ്ധി, റബ്ബർ, ഏലം, കുരുമുളക്, വലിയ വലിയ മേത്തരം വാഹനങ്ങൾ, സംവിധാനങ്ങൾ, എന്തെല്ലാം ഉണ്ടോ. അതൊന്നുമില്ല. നല്ല ആരോഗ്യമുള്ള ഒരു ബോഡി ഉണ്ട്. അള്ളാഹ് പറഞ്ഞില്ലേ, അതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം. വഫീ അൻഫുസിക്കും, നമ്മൾ കരയണത് നാലോറം നോക്കിയിട്ട് എനിക്ക് മുതലില്ല എന്ന് പറഞ്ഞിട്ടാ. നമ്മളെ ബോഡിയിലേക്ക് നോക്കിയിട്ട് സന്തോഷിക്കണ്ടേ നമ്മൾ? എപ്പോഴാ ഒരു ബ്ലഡ് ടെസ്റ്റിന് കൊടുത്താൽ മതി, ഇതെന്താ വരികയെന്ന് പേടിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. ഒന്നും അറിയില്ല, എവിടെ എന്താ. നമുക്ക് കാണാൻ കഴിയാവുന്ന നമ്മുടെ ഓർഗൻസ് ഉണ്ട്, അകത്തുള്ള ഓർഗൻസ് ഉണ്ട്. എന്തിനാണ്, ഏതിനാണ്, എപ്പോഴാ, എന്തൊക്കെ വന്നിട്ടുള്ളത് ആർക്കറിയാം? ആർക്കപ്പത് അറിയാം? കിഡ്നിയുമായി ബന്ധപ്പെട്ട് എത്രയോ രൂപത്തിലുള്ള ശാരീരികവും മാനസികവുമായ രോഗങ്ങൾ നമുക്ക് ചുറ്റും നമ്മൾ കാണുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാം കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഒരുപാട് വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നവർ ഈ ഇരിക്കുന്ന ആളുകളിലും ബന്ധപ്പെട്ടവരിലൊക്കെ ഉണ്ട്. അള്ളാഹു എല്ലാവർക്കും സമ്പൂർണമായ ശിഫ നൽകുമാറാകട്ടെ. ഇപ്പൊ സഹോദരങ്ങളെ, ഇത് വലിയൊരു നിഅമത്താണ്, വലിയ നിഅമത്താണ് ആരോഗ്യം. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കുക, എന്താ റബ്ബേ, ഞാൻ എൻ്റെ റബ്ബിനോട് ഇപ്പൊ ഇതിനൊക്കെ എന്തെങ്കിലും ചെയ്തോ? 16 കോടി സംഭരിക്കുകയാണ് നമ്മുടെ സമുദായം.
വാട്സപ്പുകളിൽ നിന്ന് വാട്സപ്പുകൾ മെസ്സേജുകളായിട്ട് പ്രവഹിക്കാണ്. 16 കോടി വേണം ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ. സമുദായം കൊടുക്കുന്നു 16 കോടി. 10 ആളെ ജീവനല്ല, ഒരു ജീവന്റെ, മനുഷ്യന്റെ ഉള്ളിലുള്ള ഒരു ഓർഗൻ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു സെല്ലിന്റെ പ്രവർത്തനം നിൽക്കുമ്പോഴേക്ക് അതൊന്ന് അതിൻ്റെതായ നാച്ചുറൽ അവസ്ഥയിലേക്ക്, ശരിയായ അവസ്ഥയിലേക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള മെഡിക്കൽ അതിന്റെ ചികിത്സയുടെ ചെലവാണ് പറയുന്നത്. ഇപ്പൊ നമ്മളെ ബോഡിക്ക് എത്ര വില? എന്നിട്ട് നമ്മൾ പറയുന്ന ഒരു നല്ല ആരോഗ്യത്തോടുകൂടെ ജീവിക്കണം നമ്മൾ. എന്നിട്ടും ഞാൻ പറയുന്നു എനിക്കെന്ത് കിട്ടി, ഞാനൊക്കൊന്നുമില്ലല്ലോ, എന്നെന്താ അല്ല എപ്പോഴും ഇങ്ങനെയാവോ, ഞാൻ എത്ര കാലമായി ഇങ്ങനെ, ഒന്നും ഇല്ലായ്മ തന്നെയാണ്. ഇത്ര കാലമായി ഇവിടെ ആളുകളൊക്കെ ഗൾഫിൽ വരുന്നത്, ഞാൻ മാത്രം ഇങ്ങനെ, അങ്ങനെ പറയാൻ നമുക്ക് അവകാശമുണ്ടോ വാസ്തവത്തിൽ ചിന്തിച്ചു നോക്കിയാൽ? എന്നിട്ട് ഇത് കിട്ടിയിട്ട് നമ്മൾ എന്താ അള്ളാഹിനോട് ചെയ്തത്? അപ്പൊ ആലോചിക്കുക, എന്തെന്ത് അലങ്കാരങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അതൊക്കെ അള്ളാഹ് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ മറന്നു പോകരുത്, ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല, അവരിൽ ആരാണ് ഏറ്റവും മെച്ചപ്പെട്ട നിലക്ക് പ്രവർത്തിക്കുന്നവരെന്ന് കാണുവാൻ, നോക്കുവാനാണ് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഈ കിട്ടിയ അനുഗ്രഹങ്ങൾ കൊണ്ടൊക്കെ അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യം ആരൊക്കെ ചെയ്യണ്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് ആരൊക്കെ ചെയ്യണ്, ഇത് നോക്കാൻ വേണ്ടി പരീക്ഷാ ഹാളിലേക്ക് വിട്ടിരിക്കുകയാണ് നമ്മളെ. പരീക്ഷാ ഹാളിൽ നിങ്ങൾ തെറ്റെഴുതിയാലും അവിടെ വെച്ച് ശിക്ഷിക്കൊന്നുമില്ല, അത് പരീക്ഷാ ഹാളാണ്. നമ്മളാരും അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ ഇപ്പം എങ്ങനെയൊക്കെ ജീവിച്ചിട്ടും എനിക്ക് വെച്ചടി പുരോഗതിയാണല്ലോ. ഇവിടെ 5 നേരം പള്ളിയിൽ പോകണോന് എന്നും ഇല്ലല്ല പാട്ടിട്ട് നടക്കുകയാണല്ലോ, അവനക്കൊന്നുമില്ലല്ലോ. അതൊന്നും ഇതിൻ്റെ മാനദണ്ഡമല്ല. പരീക്ഷാ ഹാളിൽ അധ്യാപകൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് കൊടുക്കും. കുട്ടികളിൽ നല്ല വിവരമുള്ളവനും മണ്ടന്മാരും ഉണ്ടാവും, 0 കിട്ടണവനും ഉണ്ടാവും, ഇരുന്ന് എഴുതും. അധ്യാപകൻ കാണുന്നുണ്ടാവും, ശിക്ഷിക്കൂല, അവിടുന്ന് ഒന്നും തൊടൂല, എഴുതിക്കോ. ഇത് പരീക്ഷയാണ്. റിസൾട്ട് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പൊ ദുന്യാവില് അല്ലാഹു തആല പറഞ്ഞു, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ, നമ്മള് പ്രഭാതത്തിൽ ഓതുന്ന 11 ആയത്തുകളിൽ ഇതും കൂടിയുണ്ട്. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ. ലാ യഗുറന്നക, നിന്നെ വഞ്ചിതനാക്കരുത്. ശരിക്ക് ചിന്തിക്കണം. ലാ യഗുറന്നക, തീർച്ചയായും നിന്നെ വഞ്ചിക്കരുത്. നമ്മളൊക്കെ വഞ്ചനയിൽ പെടുന്ന കാര്യമാണ് പറയാൻ പോണത്. എന്തോർത്ത് വഞ്ചിക്കരുത്, എന്ത് കണ്ട് വഞ്ചിതനാവരുത്? തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, സത്യനിഷേധികളായ ആളുകൾ ഭൂമിയിൽ ആഗോളാടിസ്ഥാനത്തിൽ എന്താ അവരുടെ പളപളപ്പും സൗകര്യവും? എല്ലാം അവർക്കാണ്, എല്ലാം അവരാണ്. എന്തിൻ്റെയും ടോപ്പർമാർ അവരാണ്. ഈ മൂമിനീങ്ങളാന്ന് പറഞ്ഞ് നടക്കണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തോന്നണം, നമുക്ക് എന്തെങ്ങനെ ഇല്ലായ്മ? ഇവർക്കാണല്ലോ എല്ലാം. അള്ളാഹ് പറയണ, നീ വഞ്ചിതനാവണ്ട. മതാഉൻ ഖലീൽ, അതൊക്കെ കുറഞ്ഞ കാലത്തേക്കുള്ള ചില വിഭവങ്ങൾ ആസ്വദിക്കലാണ്. എൻ്റെ അടുത്തേക്ക് മടങ്ങി വരുമവർ, അതൊന്നും കണ്ട് വഞ്ചിതനാവണ്ട. അവർ കിഴക്കും പടിഞ്ഞാറും ആകെ ഓടിപ്പായും അവരുടെ പണത്തിന്റെ പളവളപ്പ് കാണിക്കും, അധികാരത്തിന്റെ പളവളപ്പ് കാണിക്കും, സ്വാധീനത്തിന്റെ പളവളപ്പ് കാണിക്കും. ഈ ആയത്തൊക്കെ സഹോദരങ്ങളെ ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. ലാ യഗുറന്നക, നിന്നെ വഞ്ചിക്കാതിരിക്കട്ടെ എന്ന് അള്ളാഹ് നമ്മളോട് പറയാണ്. തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്, അവിശ്വാസികൾ രാജ്യാന്തരം അവരിങ്ങനെ എല്ലാ പ്രതാപത്തിലും ഇങ്ങനെ മേഞ്ഞു നടക്കുന്നത്, വിഹരിക്കുന്നത് കണ്ടിട്ട് നീ വഞ്ചിതനാവൊന്നും വേണ്ട. എന്താ അല്ലാഹു തആല അവിടെ പറഞ്ഞത്? അവസാനം എന്താ പറഞ്ഞത്? ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീൽ. കണ്ടോ? അപ്പോൾ വളരെ കുറഞ്ഞ കാലത്തേക്ക് അവരുടേതായ ദുല്ലു സുമ്മ മഅവാഹും ജഹന്നം, പിന്നെ അവർക്ക് ചെന്ന് ചേരാനുള്ള അഭയസ്ഥാനം ജഹന്നമാണ്. വബിഇസൽ മിഹാദ്, അത്ര ചീത്തയായ സങ്കേതങ്ങൾ നോട്ട് ചെയ്യണം. 196 ആയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്ത് ആല ഇംറാനിൽ തന്നെ 190 ആയത്ത്. ഇനി അടുത്ത ആയത്ത് നോക്കൂ നിങ്ങൾ, അവിടെയും പറയുന്നത് നോക്കൂ. എന്നാൽ ലാകിനില്ലദീന തഖൗ റബ്ബഹും, ഇതിലൊക്കെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ലഹും, അവർക്കുണ്ട്, ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ, ശാശ്വതമായി അവർക്ക് പാർക്കാവുന്ന സ്വർഗീയ ഭവനങ്ങളുണ്ട്. നുസുലം മിൻ ഇൻദില്ലാ, രാജാതിരാജനായ റബ്ബിന്റെ ദർബാറിലുള്ള രാജവിരുന്നായിട്ട് അവർക്ക് കിട്ടുന്നതൊക്കെ. ഇത് രാജവിരുന്നാണ്, ഇത് രാജാവിന്റെ വിരുന്നാണ്. നുസുലം മിൻ അല്ലാഹ്,
രാജദർബാറിലുള്ള വിരുന്നാണ് അവർക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. വമാ ഇൻദല്ലാഹി ഖൈറുൽ ലിൽ അബ്റാർ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളതത്രേ പുണ്യവാന്മാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയതിൻ്റെ അളവ് കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെട്ട് കിട്ടിയവരെ കണ്ടിട്ട് ബേജാറായിട്ട് എനിക്കൊന്നുമില്ല എന്നുള്ള നിരാശാബോധമൊന്നും വേണ്ട. അപ്പം നമ്മളോട് ചോദിക്കുക, റഹ്മാനായ റബ്ബ് എൻ്റെ അളവിൽ എനിക്ക് തന്നിട്ടുള്ള ദുന്യാവിൻ്റെ അലങ്കാരങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് റബ്ബ് എന്നെ പരീക്ഷിക്കുകയാണല്ലോ. ആ പരീക്ഷയിൽ എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും? അത് അള്ളാഹുവിൻ്റെ കോടതിയിൽ എത്തുമ്പോഴേ മനസ്സിലാവും. പക്ഷേ നമ്മൾ നമ്മെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ പ്രവർത്തിക്കുക. ലിനബുലുവഹും, അവരെ നാം പരീക്ഷിക്കുകയാണ്. ഇനി അടുത്ത പോയിന്റ് മനസ്സിലാക്കണം. അയ്യുഹും, അവരിൽ ആരാണ് അക്സറു അമല എന്നല്ല പറഞ്ഞത്. അമൽ ഒരുപാട് ചെയ്യലല്ല, ചെയ്യുന്ന അമല് റബ്ബ് സ്വീകരിക്കാവുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റലാണ് മഹാ തൗഫീഖ്. ഒരാൾ രാത്രി എഴുന്നേറ്റിട്ട് തഹജ്ജുദ് ഒരു 11 റക്അത്ത് ആൾ നീട്ടി നിസ്കരിച്ചു എന്ന് സങ്കല്പിക്കുക. ഒരു ഉദാഹരണം പറയാണ് ഞാൻ. അയാളെ മനസ്സ് വേറെ എവിടെയൊക്കെയാണ്, അയാൾ എത്ര ചിന്തിക്കണമെന്നില്ല, എങ്ങനെയൊക്കെ തട്ടിമുട്ടി എന്തോ അയാൾ ചെയ്യണം. വേറൊരാൾ 3 റക്അത്തെ നിസ്കരിക്കുന്നുള്ളൂ, പക്ഷെ ഭയങ്കര ഭക്തിയിലും സൂക്ഷ്മതയിലൊക്കെയാണ് അദ്ദേഹം അത് നിർവഹിക്കുന്നത്. ഇത് രണ്ടിൽ ഒരാളിപ്പോൾ നിർവഹിച്ചത് ഒരുപാട് നേരാണ്, മറ്റേ ആൾ കുറഞ്ഞ നേരെ നിർവഹിച്ചിട്ടുള്ളൂ. ഇതിൽ അഹ്സനു അമല എന്ന് പറയുക എന്തിനെ കുറിച്ചാണ്? ആ ചെറിയതിനെ കുറിച്ചാണ്. അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂല, അത് അള്ളാഹു നോക്കുന്നത്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ. ജീവിതവും മരണമൊക്കെ അള്ളാഹു നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ഇതിന് തന്നെയാണ്. നിങ്ങളെ പരീക്ഷിക്കുകയാണ്, നിങ്ങളിൽ ആരാണ് ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം ചെയ്യുന്നത്. ഇപ്പോൾ ഒരു അമല് മെച്ചപ്പെടൽ എപ്പോഴാ? നല്ല ഇഖ്ലാസ് ഉണ്ടാകുമ്പോൾ, അതുപോലെ തന്നെ ഇത്തിബാഉർ റസൂൽ ഉണ്ടാകുമ്പോഴാണ്. ഒരു കാര്യം അള്ളാഹുവിൻ്റെ അടുക്കൽ അഹ്സനു അമലായിട്ട് സ്വീകരിക്കപ്പെടൽ എങ്ങനെയാണ്? എന്താ ഇഹ്സാൻ എന്ന് അള്ളാഹിൻ്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ ഇഹ്സാൻ? നീ അള്ളാഹിനെ കാണുന്നത് പോലെ ആരാധിക്കണം. എന്ത് ചെയ്യുമ്പോഴും അള്ളാഹിനെ കാണുന്നുണ്ട് എന്നുള്ളത് പോലെ. നീ അവനെ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. ഇതിൽ നിന്ന് തെറ്റും, മനുഷ്യൻ തെറ്റും. അപ്പം നമ്മൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക, തൗബ ചെയ്യുക. ചെറുതും വലുതൊക്കെ മനുഷ്യൻ്റെ അളവിൽ സംഭവിക്കും. അപ്പോഴൊക്കെ ഉടനെ പശ്ചാത്തപിക്കുക. അങ്ങനെ പരീക്ഷിക്കുകയാണ്. ആ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്സനു അമല, ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനമാകണമെങ്കിൽ ഒന്നാമത്തെ ഷർത്ത് ഇഖ്ലാസാണ്. അള്ളാഹിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിക്കണം. 2, ചെയ്യുന്ന കർമ്മം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന രീതിയോട് പൂർണ്ണമായും യോജിക്കണം. നല്ല ഇഖ്ലാസ് ഉണ്ട് എനിക്ക്, ഞാൻ സുബഹി പക്ഷേ 4 നിസ്കരിക്കണത്, അത് അഹ്സനു അമലാവൂല. നല്ല ഇഖ്ലാസ് ഉണ്ട്, സുബഹിക്ക് ഒരു ദിവസം നിന്നപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇന്ന് 4 നിസ്കരിക്കാം, കാര്യമല്ല. അപ്പൊ ഇഖ്ലാസ് ഉണ്ടായിട്ട് മാത്രം കാര്യമായില്ല. ചെയ്യുന്ന കർമ്മം പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ ആവണം. ഇനി പ്രവാചകൻ പഠിപ്പിച്ചതുപോലെ തന്നെ ആ സുബയ്യ നിസ്കരിച്ചത്, പക്ഷെ നിസ്കരിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള തോന്നൽ എന്താ? 4 ആളൊന്നും അറിയണം എന്നാണ്. അപ്പൊ ഇഖ്ലാസും പോയി. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വന്നാലേ ഒരു അമല് അഹ്സനാവുള്ളൂ. അപ്പൊ അങ്ങനെ ആരാണ് ഇതൊക്കെ സൂക്ഷിച്ചു നോക്കുന്നത് എന്നാണ് അല്ലാഹു തആല പരിഗണിക്കുന്നത്. അപ്പൊ ഒന്നും കൂടി ഒരു നോക്കൂ. ഇന്നാ ജഅൽനാ മാ അലൽ അർദി സീനതൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. തുടർന്നുകൊണ്ട് വ ഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുറുസാ. വ ഇന്നാ, നിശ്ചയമായി നാം ലജാഇലൂന മാ അലൈഹാ, ആ ഭൂമിപ്പുറത്തുള്ള എല്ലാ സീനത്തിനെയും നാം ആക്കുക തന്നെ ചെയ്യും, സംശയിക്കൊന്നും വേണ്ട. സഈദൻ ജുറുസ, പിന്നെ ഭൂമി ഒന്നുമല്ലാത്തൊരു സമതലായിട്ടാണ് മാറുന്നു. തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു എന്ന് പറഞ്ഞില്ലേ, ഭൂമി തരിശ് ഭൂമിയായി. അർളുൻ ബൈള, ഒരു വെളുത്ത സമതലം, കുന്നുമില്ല കുഴിയില്ല, ഇവിടെ ഒന്നുമില്ല, എല്ലാം നശിച്ചു. അത് അന്ത്യനാളിലാണ്. അപ്പൊ ഈ ഭൂമി എത്ര വലിയ അലങ്കാരാണെങ്കിലും ഈ ഭൂമിക്കുണ്ട് ഒരു എക്സ്പയർ ഡേറ്റ് ഉണ്ട്, അതോടുകൂടെ അതും നശിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഇവിടെ എല്ലാം നശിക്കും, എല്ലാം ഒന്നിനും ഇവിടെ സ്ഥായിയായ സ്വഭാവമല്ല. അതുകൊണ്ട് നമ്മൾ ഖിയാമത്ത് നാൾ വരെ ഇല്ലെങ്കിലും നമ്മളുടെ ഖിയാമത്താണ്, ഓരോരുത്തരുടെയും ഖിയാമത്താണ് അവനവന്റെ മരണം. ആ മരണം വരെ കിട്ടുള്ളൂ.
ഇതൊന്നും എന്നും ഉണ്ടാവില്ല. എന്നുള്ളത് പരലോകത്തതാണ്. അതിനെ മുഖവിലക്കെടുക്കണം. ഇവിടെ ഈ ലോകത്ത്, ഇവിടെ ഈ ഭൂമിയിലുള്ളതിനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ കുറച്ചിങ്ങനെ അലങ്കാരം ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ജീവിതം തന്നെ അങ്ങനെയാണെന്ന് അള്ളാഹു പറയുന്നത് ഞാൻ വിശദീകരിക്കുന്നില്ല. സൂറത്തുൽ കഹ്ഫിൽ തന്നെ വരുന്നുണ്ട്. ഐഹിക ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മഴ പോലെയാണ്. മഴ പെയ്ത് ഭൂമിയിൽ ചെടികളൊക്കെ മുളച്ചിങ്ങനെ നോക്കുമ്പോൾ വലിയ ആനന്ദം തോന്നും. എന്നാൽ എന്നും ഈ ആനന്ദം ഉണ്ടാവുമോ? അതേ തോട്ടം കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞപ്പ് ബാധിക്കും, വാടലുടങ്ങും, പിന്നെ അത് ഉണങ്ങും, പിന്നെ അത് നശിച്ചു വീഴും. ആ സൗന്ദര്യം എന്നും ഉണ്ടാവില്ല. മനുഷ്യനും അങ്ങനെയാണ്, സസ്യലതാദികളും അങ്ങനെയാണ്, പൂന്തോട്ടങ്ങളും അങ്ങനെയാണ്, എല്ലാം അങ്ങനെയാണ്. ഒക്കെ അതിനൊരു ബാല്യമുണ്ട്, ഒരു കൗമാരമുണ്ട്, ഒരു യൗവനുണ്ട്, ഒരു വാർദ്ധക്യമുണ്ട്, ഒരു നാശമുണ്ട്. അപ്പം എന്നൊന്നും അതൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഭൂമിപ്പുറത്ത് എന്താണോ നമുക്ക് അനുവദനീയമായതെങ്കിൽ അത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് ഏത് രൂപത്തിലുള്ള സുഖങ്ങളും സൗകര്യങ്ങളും അള്ളാഹു നമ്മുടെ മരണത്തിന് മുമ്പ് ഇവിടെ നമുക്ക് എന്തൊക്കെ കിട്ടുന്നോ കിട്ടാതിരിക്കുന്നുണ്ടോ ഒക്കെ പരീക്ഷണമാണ്. ആ പരീക്ഷയിൽ നല്ല നിലക്ക് വിജയം വരിക്കലാണ് നമ്മുടെ ഓരോരുത്തരുടെയും കടമ എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് ഈ രണ്ടായത്തുകളും നമുക്ക് നൽകുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ ഈ രണ്ടായത്തുകളും മനഃപ്പാടമാക്കണം. മനഃപ്പാടമാക്കിയിട്ട് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. എന്താ ഇവിടെ അല്ലാഹ് പറയുന്നത്, എന്താ ഈ പറയുന്നത്? എല്ലാം ഇവിടെ അലങ്കാരമാണല്ലേ, ശരിയാണല്ലേ? നമ്മളെത്ര അന്താളിച്ച് നിന്നുപോയിട്ടുണ്ട്. എന്താ റബ്ബേ ദുന്യാവ്, അപ്പോൾ സ്വർഗ്ഗം എങ്ങനെ ഇരിക്കും എന്നൊക്കെ നമ്മൾ ചില സ്ഥലങ്ങൾ, ചില ഹോട്ടലുകൾ, ചില പ്രദേശങ്ങൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്. അന്തം വിടാനും തുല്യ കുല്ല ഉനബ്ബിയുക്കും ബി ഖൈരിൻ മിൻ ദാലിക്കും എന്നാ ചോദിക്കുന്നത് അല്ലാഹ്. അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളുക, മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബ് നമ്മുടെ വീഴ്ചകളൊക്കെ എത്ര വലുത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാവരും പൊറുക്കും. റബ്ബിലോട് നമ്മൾ തൗബ ചെയ്യുക, നമ്മുടെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെട്ട രൂപത്തിലേക്ക് ആക്കി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിഞ്ഞ് അറിഞ്ഞ നേരനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.